നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. തൻ്റെ കർമ്മപദത്തിലെ വൈവിധ്യങ്ങൾ കൊണ്ട് വ്യത്യസ്തമായ മേഖലകളിൽ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള ഒരു അതിഥിയാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. മാധ്യമപ്രവർത്തകൻ, നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, നടൻ, അങ്ങനെ വിപുലമായ മേഖലകളിൽ അദ്ദേഹത്തെ മലയാളികൾക്ക് സുപരിചിതമാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ജോൺ സാമുവൽ. നമസ്കാരം സാർ. സർ, ഈ കഴിഞ്ഞ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് സാറിന് ലഭിക്കുകയുണ്ടായി. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ വിപുലമായ മേഖലകളിലാണ് അങ്ങ് കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള നടൻ, അതുപോലെ മാധ്യമപ്രവർത്തകൻ, അങ്ങനെ ഒരു ഓൾറൗണ്ടർ ആണെന്ന് തന്നെ നമുക്ക് പറയാവുന്ന രീതിയിലുള്ള ഒരു ജീവിത കാലയളവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വലിയ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡിനെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ സംസാരം ആരംഭിക്കാം. എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ സത്യത്തിൽ വലിയൊരു അംഗീകാരം ആയിരുന്നു കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം. ഏത് എഴുത്തുകാരനും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കൊതിക്കുന്ന ഒരു പുരസ്കാരമാണത്. നമ്മൾ ഈ മഴ പെയ്യുമ്പോൾ ജനാലകൾ തുറന്നിട്ടിട്ട് മഴയുടെ താളവും അതിൻ്റെ എല്ലാ ഭംഗിയും ആസ്വദിച്ചിട്ട് കിടന്നുറങ്ങുവാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. പലർക്കും മഴയുടെ ആരവം കേട്ടിങ്ങനെ മയങ്ങുവാനായിട്ട് ഉള്ളൊരു താല്പര്യമുണ്ട്. ആ സന്തോഷം നമ്മൾ പങ്കിടുന്നത് സ്വയമാണ്. പക്ഷേ അടുത്ത ദിവസം കാലത്ത് എഴുന്നേൽക്കുമ്പോൾ നമ്മൾക്ക് മുമ്പിലേക്ക് എത്തുന്ന വാർത്തകൾ ഒരു പരിധിവരെ ദുഃഖം ജനിപ്പിക്കുന്നവയായിരിക്കും. കാരണം ഇതേ മഴ, നമ്മൾ ആസ്വദിച്ച ആ മഴ മറ്റ് പല താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അവർക്ക് ജീവിക്കാനല്ല, ഉറങ്ങാൻ പോലും സാധിക്കാത്ത ദിവസങ്ങളുണ്ട്. ഗ്രാമം അപ്പാടെ ഒഴുകിപ്പോയ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ജീവിതത്തിൻ്റെ ഒരു വളരെ ക്രൂരമായിട്ടുള്ളൊരു തമാശയാണത്. ആ തമാശ സത്യത്തിൽ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അനുഭവമായിട്ട് മാറിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കഥകളോ അല്ലെങ്കിൽ കവിതയോ മറ്റോ ഉണ്ടാവുക. നമുക്കറിയാം, ഇത്തരം എഴുത്തിൻ്റെ ഒരു രംഗത്തേക്ക് കടന്നു കഴിയുമ്പോൾ കിട്ടുന്ന പുരസ്കാരങ്ങൾ, അംഗീകാരങ്ങൾ തീർച്ചയായിട്ടും സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ് ഏത് എഴുത്തുകാരനും ആവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് നിഷേധിച്ചോ അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചിട്ട് ഔദ്ധത്യമോ അഹങ്കാരമോ അതിവിനയമോ കാണിക്കുവാനായിട്ട് ഒരിക്കലും തയ്യാറാവരുത്. എഴുത്ത് ഈ പറഞ്ഞതുപോലെ എല്ലാ അർത്ഥത്തിലും ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം എഴുത്തിൻ്റെ ഒരു മാസ്മരികമായിട്ടുള്ള എല്ലാവർക്കും സാധിക്കുന്നൊരു കാര്യമല്ലാന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ എഴുത്തിനെ സംബന്ധിച്ചിടത്തോളം എഴുത്തുകാരൻ്റെ ഒരു അംഗീകാരം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് മാറ്റിവെക്കാവുന്ന ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും ഏത് ചെറിയ പുരസ്കാരമാണെങ്കിൽ പോലും അത് എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടം എന്ന് തന്നെ പറയേണ്ടി വരും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചതിന് ശേഷം സത്യത്തിൽ മികച്ച ചില രചനകൾ അതിനുശേഷം കാര്യം കൂടുതൽ ഉത്തരവാദിത്വം നമുക്ക് വന്ന് ഭവിക്കുകയാണ്. ഏത് പുരസ്കാരത്തിൻ്റെയും സ്ഥിതി അതാണ്. കൂടുതൽ ഉത്തരവാദിത്വത്തിലേക്ക് നമ്മൾ കിടക്കും. അങ്ങനെ ഈ സമയത്ത് 2-3 ഞാൻ ഈ സാധാരണ നമ്മൾ എഴുതുന്ന പറഞ്ഞാൽ വർഷത്തിലൊരു 2-3 കഥകളിൽ കൂടുതൽ എഴുതാറില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ആ സമയത്ത് ഈ 2-3 കഥകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രാധാന്യം അതിന് ലഭിക്കുന്ന ഒരു ഇതുണ്ട്. ഈ അടുത്ത കാലത്ത് എഴുതിയ 2-3 കഥകൾ അങ്ങനെ വന്നിട്ടുള്ളതാണ്. അത്തരം ചില ഉദാഹരണങ്ങൾ പറയാൻ ഇപ്പം സാറ് പറഞ്ഞു, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്ന കഥയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം എന്തായിരിക്കും? അതെ, ഈ അടുത്ത കാലത്ത് മീറ ബേബി എന്നൊരു കഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. മണിപ്പൂരിലെ ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ചുള്ളൊരു കഥയാണ്. ഞാൻ മണിപ്പൂരിൽ പോയിട്ടില്ല. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഈ വാർത്ത കാണുന്ന സമയത്ത് ഒരു മണിപ്പൂരി പെൺകുട്ടിയുടെ മുഖം, അവളുടെ ദൈന്യത നിറഞ്ഞ മുഖം കാണുകയും അപ്പോഴാണ് ഈ മണിപ്പൂരിൻ്റെ ഒരു ദുരന്തത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അതിൻ്റെ കണ്ണുനീർ കണ്ടപ്പോൾ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നിട്ടാണ് ആ കഥ എഴുതാനായിട്ടുള്ള ഒരു പശ്ചാത്തലം ഉണ്ടായത്. അതേറെ സ്വീകരിക്കപ്പെട്ടു എന്നുള്ള ഒരു വലിയ സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ സാർ, ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഏതൊരു എഴുത്തുകാരനെ സംബന്ധിച്ച് എഴുത്തിലേക്ക് കടന്നു വരുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടാകും, കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ. അപ്പോൾ അത്തരത്തിൽ സാറിനെ സംബന്ധിച്ച് എഴുത്തിലേക്ക് വരാനിടയാക്കിയ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു?
കുട്ടിക്കാലം ഏത് ഒരാളുടെ പോലെയും ഞാനും കഥകൾ കേട്ട് വളർന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. കഥകൾ വായിച്ച്, ചെറുപ്പത്തിലുള്ള കഥകൾ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന വലിയ ഈ കൊച്ചു കുട്ടികൾക്ക് വേണ്ടി എഴുതപ്പെടുന്ന കഥകൾ. അന്ന് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ധാരാളം ബാല സാഹിത്യകൃതികൾ, സാഹിത്യ മാസികകളുണ്ട്. ഇപ്പോൾ ബാലരമ, അല്ലെങ്കിൽ പൂമ്പാറ്റ, ബാലയുഗം, ഇങ്ങനെ ബാലമംഗളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒത്തിരി കുട്ടികൾക്ക് വേണ്ടി ഉള്ള പ്രസിദ്ധീകരണങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചിട്ടുണ്ടാകുന്ന ഒരു എഴുത്തിനോടും അല്ലെങ്കിൽ വായനയോടും ഉണ്ടാകുന്ന ഒരു താല്പര്യമുണ്ടല്ലോ. അങ്ങനെ വായിച്ച് അതിലേക്ക് വന്ന് ഇതുപെട്ടത് എനിക്കൊന്ന് പ്രീ ഡിഗ്രി സമയത്തോ മറ്റാണ്. പ്രീ ഡിഗ്രി സമയത്ത് ഇതുപോലെ ഒരു കഥ ഇങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞ് കേട്ടൊരു കഥയാണ്. അത് നല്ലൊരു ഈ നമ്മൾ കണ്ണ് പറ്റുകയെന്ന് പറയത്തില്ലേ, എന്തെങ്കിലും ഒരു നന്നായിരിക്കുന്നത് പറയുമ്പോൾ കണ്ണ് കിട്ടുക എന്ന് പറയുന്നത്. ഈ കണ്ണ് കിട്ടുന്ന ഒരു സംഗതിയെക്കുറിച്ച് ഇങ്ങനെ കഥ പറഞ്ഞപ്പോൾ ഇത് നല്ല രസകരം. ഒരു കൃഷിക്കാരൻ ഇങ്ങനെ ഇവിടെ നെല്ല് വിതയ്ക്കുന്നു. നെല്ല് വിതച്ച് അപ്പോൾ കൃഷിക്ക് ഈ ജോലിക്കാരെ നിർത്തി പിന്നെ കള പറിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ചിലവുള്ള ഏർപ്പാടാണ്. അപ്പോൾ കൃഷിക്കാരൻ അവിടെ ഇങ്ങനെ ഈ കള ഇങ്ങനെ വന്നിട്ട് നെല്ലിനേക്കാൾ കൂടുതൽ കള വന്നിട്ട് നെല്ല് ഞെരുക്കിയപ്പം ഈ കൃഷിക്കാരൻ മനസ്സിലോർത്തു, ആ നാട്ടിലൊരു കണ്ണ് കിട്ടുക ഇങ്ങനെ പറ്റത്തില്ല, കണ്ണ് കിട്ടുക എന്ന് പറയത്തില്ല, കണ്ണ് കിട്ടുന്നില്ല. അത് പുള്ളി എന്ത് പറഞ്ഞാലും അപ്പോൾ നല്ല മാങ്ങയാണെന്ന് പറഞ്ഞാൽ മാങ്ങ താഴെ വീഴും. അങ്ങനെ വന്നിട്ട് ഈ കൃഷിക്കാരൻ വിചാരിച്ചെന്ന് ഈ മനുഷ്യനെ കൊണ്ടൊന്ന് അതുവഴി ഒന്ന് നടത്തിച്ചാൽ, ഈ വരമ്പിലൂടെ ഒന്ന് നടത്തിച്ചു കഴിഞ്ഞാൽ ഈ കളകളെക്കുറിച്ച് കാണുന്നുണ്ട്, പുള്ളി കളകളുടെ കാര്യം പറയുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് ആലോചിച്ചപ്പോൾ ഒരു ദിവസം ഇയാളെ വിളിച്ചിട്ട് നേരെ ഈ നെല്ല് വിതച്ചിരിക്കുന്ന പാടത്തൂടെ ഇങ്ങനെ നടത്തി. അപ്പോൾ കളകളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഈ കൃഷിക്കാരൻ ഇയാൾ അവിടെ നിന്നിട്ട് ഈ കളകളിലേക്ക് കണ്ടത്തിലേക്ക് നോക്കിയപ്പം കൃഷിക്കാരൻ്റെ മനസ്സിൽ ഒരു ചെറിയ സന്തോഷം. ഇയാൾ കണ്ടു, ഈ കള കണ്ടു. ഇപ്പം കളയെക്കുറിച്ച് പറയും, കള മുഴുവൻ നശിച്ചു പോകും എന്നിങ്ങനെ എന്ന് മനസ്സിലാഗ്രഹിച്ചപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഈ പാടം നിറയെ കളയാണല്ലേ, പക്ഷേ അതിനിടയ്ക്കുള്ള 1-2 നെല്ലുകളുണ്ടല്ലോ, അതും വളരെ നല്ല ശക്തിയായിട്ട് അത് വളരുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ മുമ്പിൽ വെച്ച് തന്നെ ഈ കളയ്ക്ക് പകരം നല്ല ഇത് നശിച്ചു പോകുന്ന കേട്ടാണ് ആ കഥ അമ്മ പറഞ്ഞു കേട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു മനസ്സിൽ തോന്നി, ഇങ്ങനെ ഒരു കഥ എഴുതിയാൽ എന്താണെന്ന് വെച്ചിട്ട് കഥ എഴുതിയിട്ട് ഈ ബാലരമ എന്ന് പറയുന്ന മാസികത്തിന് അയച്ചു കൊടുത്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്നത്തെ ഈ ബാലമാസികകൾ അതിൻ്റെ പ്രസിദ്ധീകരിക്കുന്നവർ വളരെ വളരെ താല്പര്യത്തോടു കൂടിയാണ്. ഇപ്പോഴത്തെ ഇതിനെക്കുറിച്ച് മോശം പറയില്ല, പക്ഷെ എന്നാലും നല്ല വിഭവങ്ങൾ കൊടുക്കാനായിട്ട് അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ചിറയൻകീഴ് ശ്രീകണ്ഠൻ നായർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസിദ്ധനായ ചിത്രകാരനുണ്ട് ഇവിടെ. അദ്ദേഹം തിരുവനന്തപുരത്താണ്. ഞാനന്ന് ശാസ്താംകോട്ട കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഈ തിരുവനന്തപുരത്തു നിന്ന് അദ്ദേഹത്തെ എൻ്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു, പത്രാധിപർ. അതിൻ്റെ റീസൺ ബീയിങ് ഇതിൻ്റെ ഒരു നല്ല ചിത്രീകരണത്തിൻ്റെ ഒരു ഇത് പശ്ചാത്തലം പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ്. എത്രത്തോളം സീരിയസ് ആയിട്ട് അവർ എടുത്തു എന്നുള്ളതാണ്. അത് വലിയൊരു അനുഭവമായിരുന്നു എഴുതാനുള്ള. പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ വന്നപ്പോൾ അപ്പോൾ ചിറയൻകീഴ് ശ്രീകണ്ഠൻ തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുക. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്താണ് ശാസ്താംകോട്ടയിൽ വന്നിട്ടാണ് ഇതിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് എൻ്റെ അടുക്ക് ചോദിക്കാനായിട്ട് വരുന്നത്. ഞാനൊന്ന് വളരെ നമ്മൾ ചെറിയ പ്രായം എന്ന് പറഞ്ഞാൽ എഴുതി തുടങ്ങിയിട്ട് പോലും എഴുതി തുടങ്ങുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അത്രത്തോളം സീരിയസ് ആയിട്ട് ആണ് കഥകൾ. പിന്നെ ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കഥകൾ അങ്ങനെ എഴുതി തുടങ്ങി, കുറേ പ്രസിദ്ധീകരിച്ചു. കുട്ടിക്കാലത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ സാറിൻ്റെ ജന്മദേശം എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയാണ്. മാവേലിക്കരയുടെ ഒരു പ്രത്യേകത ഓണാട്ടുകര എന്ന് നമ്മൾ പൊതുവിൽ പറയാറുണ്ട്. ഒരുപാട് സാംസ്കാരികമായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അപ്പോൾ അവിടുത്തെ ആ ഒരു പശ്ചാത്തലവും അതുമൊക്കെ എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു കുട്ടിക്കാലം? ഓണാട്ടുകരയുടെ ഈ ബാല്യം എന്ന് പറയുന്നത് വളരെ സത്യത്തിൽ ഞാൻ താമസിക്കുന്ന തട്ടാരമ്പലം എന്ന് പറഞ്ഞിട്ട് മാവേലിക്കരയ്ക്ക് ഒരു കിലോമീറ്റർ 1.5 കിലോമീറ്റർ പടിഞ്ഞാട്ട് മാറിയാണ്, ഹരിപ്പാടിന് പോകുന്ന വഴിക്കാണ്. അവിടെ ഒരു ദേവീക്ഷേത്രമുണ്ട്. ആ ദേവീക്ഷേത്രത്തിൽ പ്രസിദ്ധരായിട്ടുള്ള ധാരാളം ഉത്സവത്തിൻ്റെ സമയത്ത് ധാരാളം കലാകാരന്മാർ വരികയും ഈ പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്യും. അപ്പം ബാലനായിട്ടുള്ള എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് വലിയ ആസ്വാദനത്തിൻ്റെ ഒന്നും ഒരു തലത്തിലേക്കൊന്നും വരുന്നില്ലെങ്കിൽ പോലും ഈ
ഇത് കാണാനായിട്ട് അത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മുടെ ഒരു KS ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് പുല്ലാങ്കുഴൽ വെതുക്കുന്നുണ്ട്. പിന്നീട് അത് ഞാൻ ആകാശവാണി വരുമ്പം അദ്ദേഹമായിട്ട് സുഹൃത്തായത് വേറൊരു കാര്യം. KS ഗോപാലകൃഷ്ണൻ ഒരു പ്രോഡിജിയാണ് ഈ പുല്ലാങ്കുഴൽ വായനയിൽ ഒരു കൊച്ചു പയ്യനാണെന്ന്. ഞാൻ ഈ ഉത്സവത്തിൻ്റെ പന്തലിൻ്റെ ഒരു കാലിൻ്റെ കീഴിൽ നിന്ന് ഈ KS ഗോപാലകൃഷ്ണൻ്റെ കച്ചേരി മുഴുവൻ കേട്ടു, ഓടക്കുഴൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉത്സവത്തിന് അത് പിന്നെ ഏറ്റവും വലിയ ആകർഷണം എല്ലാ ദിവസവും വൈകുന്നേരം വെടിക്കെട്ടുണ്ട്. ചെട്ടികുളങ്ങര കുട്ടമ്പിള്ള എന്ന് പറഞ്ഞുള്ള പ്രസിദ്ധനായ ഒരു വെടിക്കെട്ട് വിദഗ്ധനുണ്ടായിരുന്നത്. അപ്പോൾ ഈ ചെട്ടികുളങ്ങര കുട്ടമ്പിള്ളയുടെ വെടിക്കെട്ടിൽ ഈ പൂത്തിരികൾ മേളോട്ട് പോയി തിരിയത് പിന്നെ കഥനയും ഇതൊക്കെ ഇങ്ങനെയുള്ള സംഗീതമൊക്കെ കാണാനുള്ള ഇഷ്ടമുണ്ട്. പിന്നെ വേറൊന്ന്, നമ്മൾ ഈ ഓണാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ചെട്ടികുളങ്ങര ഭരണി നാളിലുള്ള ഉത്സവമാണ്. വലിയ കെട്ടുകുതിരയുടെ ഇതുണ്ട്. പിന്നെ നമ്മുടെ ഭീമന്, ഹനുമാന്, ബഗൻ ഇവരുടെയൊക്കെ രൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഇത് തള്ളിക്കൊണ്ടൊക്കെ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഈ സത്യം പറയാം അവിടെ നിന്ന് നമ്മളത് അറിയുന്നില്ല. നമ്മളൊരു ബാലനാണ്, അല്ലെ വീട്ടിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇത് കാണാൻ പോകുന്നുണ്ട്, വീട്ടിലൊന്നും ഇല്ല, സന്തോഷമായിട്ട് വിടുന്നുണ്ട്. പക്ഷെ നമ്മളത് കണ്ട് നമ്മുടെ മനസ്സിലേക്ക് ഈ ഉത്സവങ്ങളും കാഴ്ചകളും ഒക്കെ വരികയാണ്. അതുപോലെ തന്നെ കരുമാടിക്കുട്ടൻ, അവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള ഇതാണല്ലോ. കരുമാടിക്കുട്ടൻ്റെ പ്രതിമയുടെ മുമ്പിലൊക്കെ പോയി നമ്മളിങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിന്നിട്ടൊക്കെ കറുപ്പും ഇതൊക്കെ വെച്ചിട്ട്. പിന്നെ മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, പള്ളികൾ, അവിടെ വരുന്ന ഉത്സവങ്ങൾ, ഇതിലെല്ലാം പോയി അത് ഗാനമേളകൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട് ബാല്യകാലത്ത് രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള വളരെ വളക്കുള്ളൊരു മണ്ണായിരുന്നു ഓണാട്ടുകാരയുടെ. ആർട്ടിസ്റ്റ് തമ്പുരാൻ, നമ്മുടെ ചിത്രകാരൻ ആർട്ടിസ്റ്റ് തമ്പുരാനെ, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രസിദ്ധനായിട്ടുള്ള എത്രയോ ആളുകൾ മാവേലിക്കരയിൽ നിന്ന് കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തേക്ക് വരികയും സാംസ്കാരികമായിട്ടുള്ള ഇത് ചെയ്തു. അപ്പോൾ ഓണാട്ടുകര സത്യത്തിൽ എല്ലാ അർത്ഥത്തിലും ഈ കെട്ടുകാഴ്ചകൾ മാത്രമല്ല അല്ലാതെ പോലും തിരുവിതാംകൂറിൻ്റെ ഒരു രണ്ടാമത്തെ തലസ്ഥാനമായിരുന്നു മാവേലിക്കര എന്നുള്ളത് നമ്മൾ ആ കാര്യത്തിൽ. അപ്പോൾ ആ ചെറുപ്പകാലത്ത് മാവേലിക്കരയെക്കുറിച്ചെങ്കിൽ പിന്നെ വേറൊന്നുള്ളത്, ഈ നമ്മൾ ഈ പിന്നെ വീടുകളിലൊക്കെ അവധിക്കാലത്തൊക്കെ പോകുമ്പം അമ്മയുടെയൊക്കെ വീട്ടിലൊക്കെ പോകുമ്പം അവിടെ കുട്ടികളൊക്കെ ഉണ്ടാവും, നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ളവരൊക്കെ ഉണ്ടാവും. അവിടെ ചെന്ന് നമ്മൾ വലിയ ഗംഭീരമായിട്ട് ഞാൻ മാവേലിക്കരക്കാരനാണ് എന്ന് വളരെ സന്തോഷത്തോടെ, കാര്യം മാവേലിയുടെ തലസ്ഥാനമാണ് മാവേലിക്കര എന്നാണ് നമ്മളന്ന് മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം മാവേലിക്കരയിൽ ചെന്ന് മാവേലിക്കരക്കാരനാണ് എന്നുള്ള ഒരു ധാർഷ്ട്യം ഇവരുടെ മുമ്പിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ വിളമ്പാറുണ്ടായിരുന്നു അന്ന്. പക്ഷെ പിന്നെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഞാൻ ഈയിടെ ഈ ഓണാട്ടുകര സാഹിതി എന്ന് പറഞ്ഞിട്ടൊരു സാംസ്കാരിക കൂട്ടായ്മ അവിടെ മാവേലിക്കരയിൽ ഈ അടുത്ത ഒരു വർഷത്തിനായി തോന്നുന്നു തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് പോയിരുന്നു. അപ്പോൾ അവിടെ വെച്ച് കണ്ടപ്പോൾ പഴയ മാവേലിക്കരയുടെ ഒത്തിരി അടയാളപ്പെടുത്തലുകൾ അവിടെ ആ പരിപാടിയിൽക്കിടെ കാണാൻ പറ്റി. അപ്പോൾ അത് ഓണാട്ടുകര നൽകിയ ഒരു വലിയ സൗഭാഗ്യവും ആ ഒരു വളക്കൂറുള്ള മണ്ണ് എഴുത്തിന് ഒരുപാട് സ്വാധീനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ കോളേജിലേക്ക് എത്തുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും കലാലയം നൽകുന്ന ഒരു വികാസമുണ്ട് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച്. സാറിനെ സംബന്ധിച്ചാണെങ്കിലും പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ് എന്ന് പറയുന്നത് കോളേജ് കാലയളവാണ്. അപ്പോൾ അത്തരത്തിൽ പല മേഖലകളിലേക്ക്, ഇപ്പോൾ നാടകം പോലുള്ളതിലേക്കൊക്കെ എത്തിയതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ഒരു കലാലയ ജീവിതത്തിൻ്റെ അനുഭവം? കലാലയ ജീവിതം ഞാൻ മാവേലിക്കര ഹൈസ്കൂളിൽ നിന്ന് SSLC പാസ്സായിട്ട് പിന്നെ നേരെ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലാണ്. അന്ന് എൻ്റെ അച്ഛന് കൊട്ടാരക്കര പള്ളി മാവേലിക്കര സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്നു. ട്രാൻസ്ഫർ വന്നിട്ട് കൊട്ടാരക്കര പോയപ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് കൊട്ടാരക്കരയ്ക്ക് അടുത്താണ് ഈ കടമ്പനാട് പറയുന്ന സ്ഥലം. അവിടേക്ക് മാറി. അപ്പോൾ അവിടെ നിന്ന് വീട്ടിൽ കോളേജിൽ പോയി വരാനുള്ള സൗകര്യത്തിനായിട്ട് പിന്നെ നേരെ ശാസ്താംകോട്ട കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേരുന്നു. ഒന്നുമില്ല, ആദ്യത്തെ വർഷം വളരെ ശാന്തമായിട്ട് കടന്നു പോകുന്നു. പഠിത്തം മാത്രം. പുതിയൊരു കോളേജ്, നമ്മൾ സ്കൂളിൽ നിന്ന് കോളേജിലോട്ട് ചെന്നിട്ട് ഉണ്ടാകുമ്പോൾ ഒരു അമ്പരപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറിക്കഴിഞ്ഞ്. പക്ഷേ രണ്ടാമത്തെ വർഷമായപ്പോഴാണ് G. ശങ്കരപ്പിള്ള സാറ് അവിടെ വരുന്നത്. അപ്പോൾ ശങ്കരപ്പിള്ള സാറിനെ കുറിച്ച് G. ശങ്കരപ്പിള്ള സാറ് നാടകത്തിൻ്റെ വലിയ ഒരു ആചാര്യനാണെന്നുള്ള ഒരു ധാരണയൊന്നും നമുക്കില്ല. പക്ഷേ ഈ കടമ്പനാട് പഠിക്കുമ്പോൾ, കടമ്പനാട് താമസിക്കുന്നത് അവിടെ ഒരു വായനശാലയുണ്ട്, രവീന്ദ്രനാഥ ടാഗോർ സ്മാരക വായനശാല എന്ന് പറയും. അപ്പം വായന ചെറുപ്പം മുതലേ ചെറുതായിട്ടുള്ളതുകൊണ്ട് ഈ ടാഗോർ വായനശാലയിൽ പോയി അംഗത്വം എടുത്ത് പുസ്തകങ്ങൾ കാണുന്നു, പുസ്തകം വായിക്കുന്നു. അവിടെ വെച്ച് G. ശങ്കരപ്പിള്ളയുടെ പൂജാമുറി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നാടകത്തിൻ്റെ ഒരു കോപ്പി കണ്ടു. അപ്പം ശങ്കരപ്പിള്ള സാറിയുടെ ശാസ്ത്രങ്ങളുടെ കോളേജ് വരുമെന്നോ അതൊന്നും അറിയില്ല. നേരെ ഇതെടുത്ത് വായിച്ചപ്പോൾ എന്തോ മനസ്സിലൊരു നാടകത്തെക്കുറിച്ചുള്ളൊരു എന്തോ ഒരു ഇത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശങ്കരപ്പിള്ള സാർ അവിടെ പിന്നെ നമ്മുടെ അവിടെ അധ്യാപകനായിട്ട് മലയാള വിഭാഗത്തിൻ്റെ പിന്നെ HOD ആയിട്ട് അദ്ദേഹം അവിടെ വരുന്നതും ശങ്കരപ്പിള്ള സാറിനെ കാണുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയൊരു വ്യത്യാസം വരികയാണ്. വഴിത്തിരിവെന്ന് പറയാം.
അപ്പോൾ അങ്ങനെ വന്നിട്ട് പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ വന്നപ്പോഴത്തേക്ക് അവിടെ നാടകത്തെ കേരളത്തിലല്ല നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നാടക കളരി ശങ്കരപിള്ള സാറും ശ്രീകണ്ഠൻ നായരോടാണല്ലോ തനത് നാടകവേദി തനത് നാടകവേദിയുടെ ഇത് ബന്ധപ്പെടുത്തിയിട്ട് നാടക കളരി അവിടെ നടത്തുന്നു. അപ്പോൾ അന്നേരത്തേക്ക് നാടകത്തിൽ ചെറിയൊരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നത് നാടകക്കളരിയിൽ ഞങ്ങൾ. അപ്പോൾ അന്ന് എനിക്കന്ന് ഒരു പ്രത്യേകത കിട്ടിയത്, അന്ന് ഈ നാടകക്കളരിക്ക് തൊട്ട് മുമ്പാണ് കോളേജ് ഡേ സെലിബ്രേഷൻസ്. കോളേജ് ഡേ സെലിബ്രേഷൻസിൽ ഒരു നാടകം അവതരിപ്പിച്ചു. നാടകം അവതരിപ്പിക്കാനും ശങ്കരപിള്ള സാറാണ് കാര്യം നാടകം കിട്ടിയത് തിരുവനന്തപുരത്ത് ഈ SSLC കഴിഞ്ഞിട്ടുള്ള അവധിക്ക് എൻ്റെ സിസ്റ്റർ ഇന്ന് തിരുവനന്തപുരത്ത് താമസിക്കുന്ന സമയത്താണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഈ ചില വാർഷിക പതിപ്പുകളൊക്കെ ഇങ്ങനെ വരുത്തി വായിക്കാറുണ്ട്. അപ്പോൾ ഒരു വാർഷികപ്പതിപ്പിനകത്ത് ശങ്കരപിള്ള സാറിൻ്റെ ബെഡ് നമ്പർ 15 എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ടായിരുന്നു. ഈ നാടകത്തിലെ പ്രധാന കഥാപാത്രം ഒരു 15 വയസ്സുള്ള എൻ്റെ പ്രായത്തിലുള്ള ഒരു പയ്യനാണ്. ഒരു 2 ക്യാരക്ടേഴ്സേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു ഓപ്പറേഷൻ്റെ തലേ ദിവസത്തെ ഒരു 20 മിനിറ്റോ പറ്റേ ഉള്ളൂ ഈ നാടകത്തിൻ്റെ ഏകാംഗ നാടകമാണ്. അപ്പോൾ ഇത് വായിച്ചപ്പോൾ ഈ മനസ്സിൽ ഭയങ്കരമായിട്ട് ഈ പയ്യനായിട്ട് ഞാനങ്ങ് ഒരു ചെറിയൊരു മാറ്റം വരുന്നത് പോലെ തോന്നി മനസ്സിലെ. ഞാനിത് ആരും അറിയാതെ ഇത് വലിച്ച് കീറിയെടുത്തിട്ട് തിരിച്ചു പോയത് കൊണ്ടുവന്നു. അപ്പോൾ കോളേജിൽ വന്നു കഴിഞ്ഞപ്പം ഈ നാടകം പ്രശ്നം ഇപ്പം നമ്മുടെ പി ബാലചന്ദ്രൻ ഉണ്ടല്ലോ, പി ബാലചന്ദ്രൻ കഥ നാടകത്തും നടനുമൊക്കെ അല്ലേ. ബാലനും ഞാനും ഒരു വർഷത്തെ ജൂനിയറാണ്. അപ്പം ഞങ്ങളൊരു നാടകം പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ ഈ കോമ്പറ്റീഷൻ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ബെഡ് നമ്പർ 15 അവതരിപ്പിച്ചു. ബാലചന്ദ്രൻ സംവിധാനം, ഞാൻ ഈ പ്രധാന കഥാപാത്രം, പിന്നെ വേറൊരു ആളുണ്ട്. ഈ നാടകത്തിന് സമ്മാനം കിട്ടിയെന്ന് മാത്രമല്ല, മികച്ച നാടകം മാത്രമല്ല, മികച്ച നടനെന്നുള്ള ഇതോടെ കിട്ടി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഈ നാടകം കഴിഞ്ഞ് പിന്നെ ഗ്രീൻ റൂമിലേക്ക് വന്നു കഴിയുമ്പം ശങ്കരപിള്ള സാർ നേരിട്ട് വന്നിട്ട് പുറത്ത് തട്ടിയിട്ട് നന്നായിരുന്നു എന്നൊരു, അന്നാണ് സത്യത്തിൽ ശങ്കരപിള്ള സാറായിട്ടൊരു അടുപ്പമുണ്ടാകുന്നത്. അതിനുശേഷം നാടകക്കളരി വരുന്നു. നാടകക്കളരിയിൽ ശങ്കരപിള്ള സാർ എന്നെയും ബാലചന്ദ്രനെയും നാടകക്കളരിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുന്നു. ഞങ്ങൾ നാടകത്തിൽ ഇതിൻ്റെ പിന്നെ അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള നാടകങ്ങൾ, ക്രൈം, സി.ജെ. തോമസിൻ്റെ ക്രൈം 28 ഉണ്ട്. 1108 ക്രൈം 28 നാടകം ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നാടകത്തിൽ കൂടുതൽ ഒരു താല്പര്യം വരാനും പ്രധാന കാരണം ശങ്കരപിള്ള സാറാണ്. ഒരു നടൻ എന്നുള്ള നിലയിലുള്ള ആ നാടകത്തിലെ മികച്ച നടനുള്ള സമ്മാനം കിട്ടി. അത് ഇന്റർ കോളേജ് വേറൊരു കോളേജ് മത്സരത്തിൽ പോയിട്ട് പ്രസൻറ്റ് ചെയ്തു. അവിടെ നിന്നാണ് അവിടെയും ഈ നാടകത്തിന് അവസാനം കിട്ടിയതിൻ്റെ എനിക്ക് തോന്നുന്നത് നമ്മുടെ നടൻ മധുസാറാണ് അന്ന് ഈ ട്രോഫി സമ്മാനദാനം. അപ്പോൾ ഈ മികച്ച നടനുള്ള ട്രോഫി മേടിക്കുന്നു. ഇത് പത്രത്തിൽ അച്ചടിച്ചു വന്നു. ഇത് പത്രത്തിൽ അച്ചടിച്ചു വന്നപ്പോൾ ശങ്കരപിള്ള സാറിന് ആലപ്പുഴ കുഞ്ചാക്കോയുടെ ഒരു ശാരംഗപാണി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററുണ്ട്. ഈ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ ഒരു കത്ത് വരുന്നു, ഇങ്ങനെ നിങ്ങളുടെ അവിടെ നിങ്ങളുടെ കോളേജിലെ ഒരു വിദ്യാർത്ഥിക്ക് ഇത് കിട്ടിയിട്ടുണ്ടല്ലോ, അദ്ദേഹത്തെ ഒന്ന് ഉദയ സ്റ്റുഡിയോയിലേക്ക് ഒന്ന് അയച്ചാൽ കൊള്ളാം. അന്ന് ഉദയനൻ്റെ മകൻ എന്ന് പറഞ്ഞൊരു സിനിമ തുടങ്ങുന്ന സമയത്താണ്. ഞാൻ നേരെ സ്റ്റുഡിയോ ചെല്ലുന്നു, നേരെ ശങ്കരപിള്ള സാറിൻ്റെ ഒക്കെ ചെന്നു. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോഴത്തേക്ക് എനിക്കൊന്നും ഇതിൻ്റെ എന്താണെന്നുള്ള സംഗതിയെക്കുറിച്ചൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ശങ്കരപിള്ള സാർ പറഞ്ഞു താൻ പോകണം, അവിടുന്ന് ഒരു ഇത് വന്നതല്ലേ എന്ന് പറയും. അപ്പോൾ ഒരു ബാലനായിട്ട് അതിനകത്ത് നസീർ സാർ, പ്രേം നസീറിൻ്റെ പ്രേം നസീർ പിന്നെ 17 വയസ്സുള്ള ആളും എത്ര പ്രായമുള്ള ആളായിട്ട് അഭിനയിക്കുമല്ലോ. അപ്പോൾ ഇതിന് 16 വയസ്സ് 17 വയസ്സുള്ള പ്രായത്തിലുള്ളവരാണ്. അപ്പോൾ പ്രേം നസീർ തന്നെ പ്രേം നസീറിൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് അഭിനയിക്കാനായിട്ട് നല്ല റോളായിരുന്നത്. അതിൻ്റെ ഉദയനൻ്റെ മകനിലൊരു പാട്ടുണ്ടല്ലോ, ഗുരുവായൂരമ്പലനടയിൽ ഒരു ദിവസം അത് ഞാൻ നസീർ സാറും ഞങ്ങൾ കവിയൂർ പൊന്നമ്മ ഞങ്ങളെല്ലാം കൂടെ ആയിരുന്നു അതിനകത്ത് ആ സീനിൽ അഭിനയിച്ചിരുന്നത്. ഗുരുവായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഞാൻ ഗോപകുമാരനെ കാണും. ഗുരുവായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഞാൻ ഗോപകുമാരനെ കാണും. അപ്പം അങ്ങനെയാണ് ഈ നാടകത്തിലൂടെയും സിനിമയിലേക്ക് അന്ന് ഒന്നും അറിയാതെ യാതൊന്നും അറിയാതെ നമ്മൾ സിനിമയിൽ എത്തിപ്പെടുക. അതെ,
അപ്പോൾ പ്രേക്ഷകരെ സംബന്ധിച്ച് എത്ര പേർക്ക് അത് ഓർക്കുന്നുണ്ടെന്ന് അറിയത്തില്ലായിരിക്കും അല്ലേ, ആ ഒരു കുട്ടിയായുള്ള ബാലൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്ന. ഈ അടുത്ത കാലത്ത് അതിനെക്കുറിച്ച് വളരെയേറെ എനിക്ക് തോന്നുന്നു, ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ അത്ര സജീവമല്ല, പക്ഷേ നമ്മുടെ പാട്ടെഴുത്ത രവി മേനോൻ ഉണ്ടല്ലോ, രവി മേനോൻ ഇതിന് ഇപ്പം 50 വർഷമായിട്ടായി കഴിഞ്ഞ ഈ സിനിമ ഇറങ്ങിയതിന് സിനിമ ഈ പാട്ട് വന്നതിന് അതിൻ്റെ 50ാമത്തെ വർഷം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊരു സാധനം പുള്ളി കലാകൗമുദിയിലും ഇതിനകത്തൊക്കെ എഴുതി. അങ്ങനെ ഒത്തിരി പേര് ഇത് അറിഞ്ഞു. അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലുള്ളവർ മാത്രമല്ലേ ഇത് അറിയത്തുള്ളൂ, ബാക്കിയുള്ളവർ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കലാകാരന് വളരാനായിട്ടുള്ള ഒരു വളർക്കുകളുള്ളൊരു മണ്ണ് എന്നുള്ള രീതിയിൽ ശാസ്താംകോട്ട കോളേജും ഒരു വലിയ പരിധിവരെ സഹായകമായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇപ്പോൾ സാഹിത്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ചെറുകഥകളിലാണ് കൂടുതൽ ശ്രദ്ധ. ഒരുപാട് കഥകൾ അങ്ങനെ എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്രാഫ്റ്റ് രൂപപ്പെടുത്തിയത് എങ്ങനെയായിരുന്നു? ഇപ്പോൾ സാർ ആദ്യം സൂചിപ്പിച്ചു സാമൂഹികമായിട്ടുള്ള വിഷയങ്ങൾ എടുത്തുകൊണ്ട് ഇന്നും എഴുതുന്നുണ്ടെന്നുള്ളതല്ല. അപ്പോൾ അന്ന് ഒരു കുട്ടിയായിരുന്ന ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിട്ട് കഥകളിലേക്ക് വരികയും അതിൻ്റെ ഒരു ക്രാഫ്റ്റ് രൂപപ്പെടുത്തുകയും ചെയ്തത്. നേരത്തെ പറഞ്ഞതുപോലെ അന്ന് ഈ ശാസ്താംകോട്ട കോളേജിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ആർട്സ് ക്ലബിൻ്റെ സെക്രട്ടറി ആയിരുന്നു. 3 വർഷം തുടർച്ചയായിട്ട് ആർട്സ് ക്ലബിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ ആർട്സ് ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനമുണ്ട്, നാടക മത്സരമുണ്ട്, സമാപന സമ്മേളനമുണ്ട്, യൂണിയൻ ഭാരവാഹിയും കൂടെ ആണല്ലോ. അപ്പോൾ മലയാളത്തിലുള്ള ഒട്ടുമിക്ക പ്രശസ്തരായിട്ടുള്ള അന്നത്തെ എഴുത്തുകാരെ മുഴുവനായിട്ട് പരിചയപ്പെടാനായിട്ട് ആ 3 വർഷം സാധിച്ചു. ആ 3 വർഷം വലിയൊരു സൗഹൃദ വലിയൊരു ഇപ്പോൾ കോളേജ് ഇനോഗ്രേഷനും ആർട്സ് ക്ലബിൻ്റെ ഇനോഗ്രേഷനും ഒക്കെ അന്ന് വന്നിട്ടുള്ളവരൊക്കെ വലിയ പ്രസിദ്ധരായിട്ടുള്ള ആൾ. വൈക്കം ചന്ദ്രശേഖരൻ നായർ, NN പിള്ള, കാക്കനാടൻ, ഇങ്ങനെ മധുസാറ് വന്നു ഒരു പ്രാവശ്യം അതിൻ്റെ ഇതുമായിട്ട് പറഞ്ഞു. അപ്പോൾ ശങ്കരപിള്ള സാറിൻ്റെ ഒരു ഇടപാടുണ്ടല്ലോ. അപ്പോൾ സാറ് വിചാരിച്ചാൽ വരാത്ത ആരുമില്ല അവിടെ. അങ്ങനെ ഇവരുമായിട്ടൊക്കെ ഒരു ഇത് വന്നു. അപ്പോൾ കാക്കനാടനെയും മുകുന്ദനെയും ഒക്കെ അന്ന് കൂടുതലും വായിക്കാൻ ഈ അന്ന് നേരത്തെ പറഞ്ഞ ആധുനികതയുടെ ഒരു ശങ്കരപിള്ള സാറിൻ്റെ നിന്ന് പുസ്തകങ്ങൾ കിട്ടുന്നത് കൂടാതെ മറ്റേ വായനശാല ഉണ്ടല്ലോ, വായനശാല ഇപ്പോൾ കഥകളുമായിട്ട് അന്നൊന്നും കഥ എഴുതിയിട്ടില്ല. കഥ എഴുതിയില്ല എന്ന് പറഞ്ഞാൽ കഥ എഴുതി ആദ്യമായിട്ട് എനിക്കൊരു പുരസ്കാരം കിട്ടിയൊരു സംഭവമുണ്ട്. അത് ഈ ശാസ്താംകോട്ട കോളേജിൽ പഠിക്കുന്ന സമയത്തോടെ കോളേജിൻ്റെ നമ്മൾ ഇൻ ഹൗസ് കോമ്പറ്റീഷൻ ഉണ്ടല്ലോ. അപ്പോൾ ആദ്യമായിട്ട് എഴുതിയിരുന്ന ഒരു കഥയത് ആ കടലാസ് ബുക്കിൽ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ആ കഥ അപ്പോൾ നല്ല രസമാണ് അതിൻ്റെ. നമ്മൾ പോയിരിക്കുന്നു, വിഷയം തരുന്നു, 1 മണിക്കൂർ കൊണ്ട് ആലോചിച്ചിട്ട് 1 മണിക്കൂർ കൊണ്ട് കഥ എഴുതി കൊടുക്കണം. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ശങ്കരപിള്ള പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ശങ്കരപിള്ള സാർ വന്ന വർഷമാണ്. അപ്പോൾ എനിക്കൊന്ന് ഇത് വിലയിരുത്തിയത് ശങ്കരപിള്ള സാർ. അതായിരിക്കണം സാറിന് എന്നോടൊരു ആഭിമുഖ്യം തോന്നാൻ കാര്യം. അപ്പോൾ അന്ന് എഴുതിയിട്ട് ആദ്യം എഴുതിയ ഒരേ ഒരു കഥയാണ് ആദ്യം എഴുതിയത്, ചെറുകഥ എന്നുള്ളത്. മറ്റേ കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട് പിന്നീട്. എന്നാലും കഥ എന്നുള്ള രീതിയിൽ എഴുതിയ ഈ കഥയ്ക്ക് ആദ്യത്തെ പുരസ്കാരം ലഭിച്ചു. എഴുത്തിൽ ലഭിക്കുന്ന ആദ്യത്തെ ഒരു പുരസ്കാരം. എഴുത്തിൽ ലഭിക്കുന്ന ആദ്യത്തെ പുരസ്കാരം. പിന്നെ കുറേ കാലങ്ങളിലേക്ക് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ വരുന്നത് എനിക്ക് തോന്നുന്ന ഒരു തിരിച്ച് ആകാശവാണിയിലേക്ക് എത്തിയതിന് ശേഷമാണ്. പത്രപ്രവർത്തനവും കഴിഞ്ഞിട്ട് ആകാശവാണിയിലേക്കായിരുന്നു വന്നത്. ആകാശവാണിയിലേക്ക് എത്തിയതിന് ശേഷമാണ് പിന്നീട് കഥകൾ എഴുതാനും കഥകൾ കൂടുതൽ സീരിയസ് ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് നോക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, പിന്നീട് ആകാശവാണിയുടെ ഒരു കാലഘട്ടം അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള ഒരു തുടക്കം എന്ന് പറയുന്നത് വേറൊരു വഴിത്തിരിവായിരുന്നല്ലോ. അപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നു സാറ് മനോരമയിൽ വർക്ക് ചെയ്യുകയും പിന്നീട് ദൂരദർശനും ആകാശവാണിയിലേക്കും ഒക്കെ എത്തുന്നത്. മനോരമയിൽ 2 വർഷം റിപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്തു. അപ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ എന്നെക്കുറിച്ച് വലിയൊരു പരാതി വീട്ടിലുണ്ടായിരുന്നത്, ഈ പരീക്ഷയുടെ ദിവസം രാവിലെ പോലും പത്രത്തിനായിട്ട് കാത്തിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പത്രം വായിക്കാൻ. അപ്പം മീഡിയ ആയിട്ടുള്ളൊരു ബന്ധം അന്നുപോലെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നായിരിക്കണം. പത്രം വായിച്ചതിന് ശേഷമേ പരീക്ഷയ്ക്ക് പോലും പോകുമായിരുന്നുള്ളൂ എന്നിങ്ങനെ. നീ എന്താ എന്തെങ്കിലും ഇതിനകത്ത് വല്ലതും കിട്ടാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഫാദർ ഒരു പ്രധാന അധ്യാപകനായിരുന്നു, ആലോചിക്കണം. അപ്പോൾ പഠിത്തത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് പത്രം വായിച്ചിട്ടേ പോകത്തുള്ളായിരുന്നു. അപ്പം അങ്ങനെ ഒരു മാധ്യമമായിട്ടുള്ളൊരു ബന്ധം വന്നിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്കൊന്ന് MA ക്ലാസ് കഴിഞ്ഞ് MAയ്ക്കൂടെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് MA പാസ്സായി കഴിഞ്ഞ ഉടനെ തന്നെ മലയാളം മനോരമയിൽ ഒരു 2 വർഷത്തേക്ക് പത്രപ്രവർത്തനം നടത്തി റിപ്പോർട്ടറായിട്ട്. അപ്പോഴാണ് ആകാശവാണിയിൽ ഈ അനൗൺസർ തസ്തിക അനൗൺസ് ചെയ്യുന്നതും അതിന് അപ്ലൈ ചെയ്യുന്നതും അങ്ങനെ അവിടേക്ക് കയറുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇനി സാറിൻ്റെ വിവരങ്ങൾ ഒരുപാട് അറിയാനുണ്ട്. നമ്മളൊരു ഭാഗം മാത്രമാണ് ഇപ്പം കവർ ചെയ്ത് പോയിട്ടുള്ളത്. ഇനിയും ഒരുപാട് വിശേഷങ്ങളുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത ഒരു ഘട്ടത്തിൽ അതേക്കുറിച്ച് കൂടുതൽ അറിയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.